സുസ്മിതയാണെങ്കിലോ, സുസ്മിതയ്ക്ക് ഇങ്ങനെ വേഷം ചെയ്യാൻ സുഗമദേവിയിൽ അവസരം കിട്ടുക. കാര്യം എന്നോട് ഈയിടെ ഒരാൾ ചോദിച്ചേ, എന്തിനാ കൊച്ചിനായിട്ട് പാടുപെടുത്തുക, ആ നന്ദനോട് കെട്ടിച്ചങ്ങ് വിട്ടാൽ പോരെ. ഞാൻ പറഞ്ഞു, എനിക്ക് സീല് തീർന്നു പോയില്ലേ, ഞങ്ങൾ ആ കൊച്ചിനെ കൊണ്ട് വേറെ സീൽ അഭിനയിപ്പിച്ചാൽ പോരെ, ഇത് ഞങ്ങൾ എത്ര കാലം കൊണ്ടിരുന്ന് കാണുകയെന്നു. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായെന്ന് ചോദിച്ചു. പറഞ്ഞു 34 വയസ്സായിരുന്നു, ഇനി ഒരു 3 വർഷം കൂടെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞു. 37 എത്തുമ്പോൾ നമുക്കിത് അത് നമുക്ക് മറ്റേ അടിക്കാം. അതിനാണോ നമുക്ക് ഒരു കിലോ ഇപ്പൊ നമ്മൾ രാവിലെ ഇപ്പൊ എങ്ങനെയാ ഈ ആൾക്കാർ വിചാരിക്കുന്ന പറയുന്നത് അറിയോ, ഇപ്പൊ ഈ സ്കിൻ ടോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പലരും അങ്ങനെയൊന്നും ചെയ്തില്ല. രാവിലെ ഞങ്ങൾക്ക് പുട്ടിയിടുവോ, എങ്ങനെയാ പരിപാടി? ലൈറ്റ് മേക്കപ്പ് അല്ലേ കാര്യം? അതിനകത്തൊരു സുന്ദരി കുട്ടിയായിട്ട് കാണുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. അല്ലല്ല, ഞാൻ പറഞ്ഞില്ല, വൈഷ്ണവി എഴുതാപ്പുറം വായിക്കരുത്. അങ്ങനെയല്ലേ? പക്ഷെ ഒരു രഹസ്യം ഇവിടെ ഉണ്ട്, പുറത്ത് പറയണോ? അത് ഫ്ലവേഴ്സിൽ മാത്രമുള്ള ഒരു രഹസ്യമാണ്. അതായത് ഇവിടെ ടെലിവിഷൻ ചാനലുകളിൽ കേരളത്തിൽ ഈ ഫ്ലവേഴ്സിൽ മാത്രമേ ഗ്രേഡ് ചെയ്ത് വിടുന്നുള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒട്ടി വലിഞ്ഞ് കുണ്ടും കുഴിയായിട്ടൊക്കെ ഇരുന്നാലും അതിനകത്ത് കയറ്റി ഒന്ന് ഇറക്കി കഴിയുമ്പോൾ ആന ആടും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. നിങ്ങൾ ആലുവക്കാർ പുറത്ത് പറയരുത് കേട്ടോ, ഇത് നമ്മൾ രഹസ്യം പറഞ്ഞോ. നിങ്ങളെല്ലാവരും ഫെഡറൽ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരാണോ? വ്യത്യസ്ത ബാങ്കുകളിലുള്ളതാണ്, ബാങ്കേഴ്സ് ക്ലബിലെ അംഗങ്ങളാണ്, അവരുടെ കുടുംബാംഗങ്ങളാണ്. ഫെഡറൽ ബാങ്ക് അല്ലാതെ ഏത് ബാങ്കാണ് ഇതിലുള്ളത്? സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അങ്ങനെ പല ബാങ്കുകളിലും ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, എല്ലാ ബാങ്കിലും അംഗങ്ങളാണ്. അപ്പൊ ബാങ്കുകാർക്ക് സ്വാഗതം. നന്ദി. കാരണം ഞാൻ കുറച്ച് ബാങ്കുകാരെ തിരക്കി നടക്കായിരുന്നു, 2 ലോൺ എടുക്കാറുണ്ട്. ഓക്കെ സുസ്മിത, ഒരാളെ ചവിട്ടാൻ സിനിമയിൽ അവസരം കിട്ടി എന്ന് വെച്ചാൽ നന്ദനെ കൊല്ലാനായിട്ട് ഒരാൾ വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നന്ദനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ മരണത്തിന്. നന്ദന് വേണ്ടി ജീവൻ തേച്ച് നിൽക്കുന്ന ക്യാരക്ടറായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ ഒന്ന് തൊഴിക്കേണ്ടി വന്നു. അപ്പൊ പറയോ, എനിക്ക് ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല, അപ്പൊ തന്നെ തൊഴിക്കും അല്ലേ? ഓക്കെ, ഇതൊരു 1.5 ടണ്ണിലാ തൊഴിച്ചിരിക്കുന്നത്, തന്നെ തൊഴിക്കൂ, ആവശ്യം വന്നാൽ തൊഴിക്കും. സുസ്മിതയ്ക്ക് ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ? നെഗറ്റീവ് ചെയ്യാം. അപ്പൊ ഇത് കഴിയട്ടല്ലേ, ഇത് 3 വർഷം കൂടെ ഉണ്ടല്ലോ നമ്മള്, അത് കഴിഞ്ഞിട്ടാണ്. വൈഷ്ണവി, നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ മഞ്ഞു പോലൊരു പെൺകുട്ടി. മഞ്ഞു പോലൊരു പെൺകുട്ടിയിലെ നായകനാണ് ഇപ്പൊ നമ്മുടെ പഞ്ചാഗ്നിയിലെ നായകൻ ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ അല്ലേ? ഓ, ജയകൃഷ്ണനോട് അഭിനയിക്കാൻ നിയോഗം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. അതായിരിക്കും. ഇപ്പോ രാജമൗലി ഒന്ന് വിളിക്കുക, ഹലോ വൈഷ്ണവിയാണോ? ദേവസേന പോലൊരു ക്യാരക്ടർ തരുവോ? സീരിയൽ വിട്ട് തലവഴി മുണ്ടിട്ടുണ്ട് ഇങ്ങനെ പോരുമെന്ന് പറയുന്നു, എന്ത് ചെയ്യും? അങ്ങനെ സീരിയൽ വിടുമെന്ന് വല്ലതും പറഞ്ഞാല് അത് ചെയ്യില്ല. കമ്മിറ്റ്മെന്റ് ഉള്ളത് നമ്മൾ അങ്ങനെ തന്നെയാണ്. കമ്മിറ്റ്മെന്റ് ഉള്ളത് നമ്മൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ സിനിമയിലെ വേഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം തന്നെ. ബേസിക്കലി നമ്മുടെ സുസ്മിത അതേ ഇത് തന്നെ ബിഗ് സ്ക്രീൻ ആണോ? പിന്നെ എല്ലാവർക്കും ഒരു എത്ര കൊല്ലത്തെ പദ്ധതി അത് ബിഗ് സ്ക്രീനിൽ വരാൻ? അങ്ങനെ പദ്ധതിയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. എല്ലാം നമ്മുടെ കയ്യിൽ വന്ന് ചേരുക, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അപ്പൊ ഈ സിനിമയിലേക്ക് വലതുകാലം വെച്ച് കയറാനായിട്ട് പോയപ്പോ ഇടതുകാലം വെച്ച് പുറകോട്ട് തള്ളിയിട്ടാരാ? അച്ഛൻ. ഓ, അച്ഛനാണോ ചെയ്തത്? അങ്ങനല്ല, സ്റ്റഡീസ് നടക്കട്ടെ എന്ന് പറഞ്ഞു, അല്ലാതെ പുള്ളി വേറൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യം പഠിത്തം നടക്കട്ടെ. കാര്യം അല്ല, അച്ഛന്റെ ഈ കാര്യത്തിൽ നിലപാട് എന്തായിരുന്നു? അച്ഛൻ സായികുമാറാണ് കേട്ടോ. നല്ലൊരു ജോലി കിട്ടി, ആ ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. എന്ത് ജോലിയാ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്? അച്ഛൻ ഡോക്ടറാണ്, മെഡിസിൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. രോഗികൾക്കിട്ട് പണി കൊടുക്കുക, പണി തന്നെ പണി. ഓക്കെ, അത് കൊള്ളാമല്ലോ. അപ്പൊ എന്നിട്ട് എന്താ ഡോക്ടർ ആവാൻ ശ്രമിക്കാഞ്ഞേ? പോയിരുന്നു BDSന്. ഒരു തീരുമാനിച്ചോ? പല്ലെടുക്കാനാണ് അവസാനം തീരുമാനിച്ചത്. പക്ഷേ 6 months നാട്ടുകാരെ ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ? 6 months കഴിഞ്ഞിട്ട് അത് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. നല്ലതായിരുന്നല്ലോ. അമ്മ എന്തു പറ്റി? നല്ലതായിരുന്നു അത് അല്ലേ? അമ്മയ്ക്ക് അതിനെ പറ്റി ചോദിച്ചാ ഇപ്പൊ അമ്മ എന്താ ഡോക്ടർ ആവുന്ന കൊള്ളാമായിരുന്നു അല്ലേ? അത് സ്വയം തീരുമാനിച്ച് തിരിച്ചു വന്നതാ. അത് എന്തോ എനിക്ക് അവിടെ ഒരു സെറ്റായില്ല. കാര്യം നമുക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എല്ലാവർക്കും അങ്ങനെ ആണോന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോ ഒരു വർക്ക് ചെയ്യാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും നമുക്ക് കൂടെ ഒരാള്, നമ്മളൊരു ഫ്രണ്ടായിട്ടോ സിൻസിയറായിട്ട് ഒരാളെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ മെന്റലി ഭയങ്കര ഡൗൺ ആയി പോകും. ഞാൻ അങ്ങനെ ആയിരുന്നു. അപ്പൊ സുസ്മിതയ്ക്ക് ഇങ്ങനെ ജീവിതത്തിൽ എന്താകാൻ ആഗ്രഹിച്ചു നടന്നതാണ്? ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ, ഒരു ആഗ്രഹമില്ലാത്തൊരു പെൺകുട്ടിയോ? ചെറുതിൽ ആഗ്രഹിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഓർമ്മയില്ല. ഈ സുസ്മിത എവിടെ ഒരു സീരിയൽ അഭിനയിച്ച് നീന്താൻ ഇറങ്ങി വെള്ളത്തിൽ മുങ്ങി താന്നു പറഞ്ഞു. ഏത് സീരിയൽ ഞാനും സീരിയൽ പഠിക്കാൻ പോയോ? നീന്തല് പഠിക്കാൻ പോയിണ്ടായിരുന്നു. അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കുളത്തിലായിരുന്നു. കൊച്ചുകുളമായിരുന്നു. എന്റെ വിചാരം ഇത് ഈസിയാന്ന് വിചാരിച്ചിട്ട് ഈ ട്യൂബ് ഇട്ടിട്ട് കുളത്തില് ഇറങ്ങി. അപ്പൊ എന്റെ വിചാരം ഇതിങ്ങനെ മുങ്ങിക്കെടുക്കുന്ന വിചാരം, ഇരുന്നതും പൊന്തി.
കാല് നിലത്തുറക്കണില്ല. ആ. അങ്ങനെയായിരുന്നു. അടിച്ചു. ആ. അടിച്ചു. അപ്പൊ അങ്ങ് താഴോട്ട് പോയോ? ഏയ് താഴോട്ട് പോയൊന്നുമില്ല. പോയില്ല. പേടി മാറി. വെള്ളം ഒരു പേടിയായിരുന്നു. വെള്ളത്തിൽ കാലിട്ട് അടിച്ചപ്പോ പേടി മാറിയ? അല്ല, അതൊന്നും ചോദിച്ചറിയണം. അതൊന്നും അറിയണം. വെള്ളത്തിൽ പിടിച്ചോ, മുങ്ങിയപ്പോ പിടിച്ചോ. നീന്തലൊന്നും പഠിക്കണമല്ലോ. വെള്ളത്തിൽ മുങ്ങിയപ്പോ പേടി മാറി. എന്നിട്ട് നീന്തൽ പഠിച്ചോ? ആ, പഠിച്ച്. എങ്ങനെ? അത് ഞാൻ വേറെ പൂളിൽ ഇനിയിപ്പോ ഏതെങ്കിലും കുളത്തിൽ വീണാല് ആ രക്ഷപ്പെടാൻ പറ്റുമോ? എടുത്തൊന്ന് കുളത്തിൽ ഇട്ട് നോക്കണം. ഡയറക്ടർ സാറേ, ഒരു സീൻ എഴുതി ഉണ്ടാക്കിയിട്ട് കുളത്തിൽ നിന്ന് ഇട്ട് നോക്കണം അല്ലേ?